അങ്ങനെ സെയിന്റ് പീറ്റേഴ്സ് ചർച്ച് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള ഗ്രോസ് മ്യൂൺസ്റ്റർ ചർച്ചിന്റെ ഭാഗത്തോട്ടാണ് പോകുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു പ്രതിമ കാണാം. അശ്വാരൂഢനായ ഒരു പോരാളിയുടെ പ്രതിമയാണിത്. ഹാൻസ് വോൾഡ്മാൻ എന്ന പേരിൽ 1400-കളിൽ സ്യൂറിക്കിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മിലിറ്ററി ലീഡറും പിന്നീട് സ്യൂറിക്കിന്റെ മേയറും ഒക്കെ ആയി തീർന്ന ആളാണ് ഇദ്ദേഹം. മേയറൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ വലിയൊരു സ്വേച്ഛാധിപതിയായി മാറുകയും പിന്നെ ഒരുപാട് അഴിമതികളിലൊക്കെ പെട്ട് അവസാനം വിചാരണയ്ക്ക് വിധേയപ്പെട്ട് തലയറക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ ഹാൻസ് വോൾഡ്മാൻ. എന്നാലും ഒരു കാലത്ത് സ്യൂറിക്കിന് വേണ്ടിയൊക്കെ നടത്തിയ ഒരുപാട് പോരാട്ടങ്ങളുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ചർച്ചിന്റെ ഭാഗത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പല കഥകളുമുണ്ട്. ഈ ചർച്ച് ഫൗണ്ട് ചെയ്തത് AD 800-ൽ ഹോളി റോമൻ എംപററായിരുന്ന ഷാർലിമീൻ ആയിരുന്നു എന്നുള്ളതാണ്. പോപ്പിന്റെ പിന്തുണയോടെ ചക്രവർത്തിയായ ഷാർലിമീൻ ഒരുപാട് വിജയകരമായ മിലിറ്ററി ക്യാമ്പയിൻസിൽ കൂടെ വലിയ ശക്തനായി തീർന്നിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ചരിത്രത്തിൽ. അദ്ദേഹം ഒരിക്കൽ അശ്വാരൂഢനായിട്ട് ഇതുവഴി കടന്നു വരുമ്പോൾ തൻ്റെ കുതിര പെട്ടെന്ന് ഇവിടെ കുമ്പിട്ട് വീഴുകയും അവിടെ നിന്ന് നടക്കാൻ വിമുഖത കാണിക്കുകയൊക്കെ ചെയ്തു. കുതിരയുടെ ഈ പ്രവൃത്തിയിൽ അത്ഭുതപരതന്ത്രനായ ഷാർലിമീൻ ആ സമയം അതുവഴി വന്ന ഒരു തദ്ദേശീയനായ പ്രജയോട് ഈ പ്രവൃത്തിക്കിടയാക്കിയ കാരണത്തെപ്പറ്റി അന്വേഷിച്ചു. തൻ്റെ കുതിര ശരിക്കും കുമ്പിട്ട് വീണ സ്ഥലത്ത് കാലങ്ങൾക്ക് മുമ്പ് ഫെലിക്സ്, റെഗുല എന്നിങ്ങനെ 2 ക്രിസ്ത്യൻ മാർട്ടിയേഴ്സ് അടക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അങ്ങനെ ഷാർലിമീൻ ഇയാളിൽ നിന്ന് മനസ്സിലാക്കി. ഈ 2 മാർട്ടിയേഴ്സിന്റെ വിശ്വാസത്തെപ്പറ്റിയും അവരുടെ വീരകഥകളെ പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കി അതിൽ ആകർഷനായി തീർന്ന ഷാർലിമീൻ പിന്നീട് ഈ സ്ഥലത്ത് ഒരു ദേവാലയം പണി കഴിപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രം. പിന്നെ 1220-കളിലൊക്കെയാണ് ഇന്ന് കാണുന്ന ഈ രീതിയിൽ ഈ ദേവാലയം പുതുക്കി പണിതത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രോസ് മ്യൂൺസ്റ്റർ ചർച്ചിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോ ഫെലിക്സ് ആൻഡ് റെഗുല ഈ സെയിൻസിന്റെ കഥകളും ഒക്കെ ഞാൻ പറയാം. നമുക്ക് ആദ്യം ഈ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കാം. അവിടെ പോയിരുന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഈ ലെജൻഡിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കാം. അവിടെ വന്ന് നിർത്തി തന്നിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഇവിടെ ആൾക്കാരൊക്കെ നടക്കുമ്പോൾ നായകളെയും കൊണ്ടാണ് നടക്കുന്നത്. കാരണം അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ പെറ്റിനെ ഒക്കെ സ്നേഹിക്കുക, അതിനെ എവിടെ പോയാലും കൊണ്ടുപോകുക എന്നൊക്കെയുള്ളത്. അപ്പോൾ ലിമ്മാത്ത് നദിയുടെ തീരത്താണ് ഈ ചർച്ച് ഉള്ളത്. ലിമ്മാത്ത് നദിയുടെ കാഴ്ച നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ലെജൻഡ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. കണ്ടില്ലേ, ലിമ്മാത്ത് നദി അതുവഴി അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ നിന്നുള്ള കാറ്റും ഒക്കെ ഏറ്റ് ഇവിടെ ഇരിക്കുമ്പോൾ ആ കഥകളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരികയാണ്. ഈ സ്യൂറിക്കിൻ്റെ പേട്രൻസ് ആയിട്ടുള്ള ഫെലിക്സിൻ്റെയും റെഗുലായുടെയും അവരുടെ അനുചരനായിട്ടുള്ള ആളിൻ്റെയും ഇവരൊക്കെ സെയിൻസ് ആണ്. അപ്പോൾ എന്താണ് ആ ലെജൻഡ് എന്നുള്ളത് ഞാൻ പറയാം. അതോടൊപ്പം നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. ഇത്രയും പുരാതനമായ ഒരു ചർച്ച്. അപ്പോൾ ഈ ചർച്ച് ഒന്നും ഒരിക്കലും യാതൊരു കാരണവശാലും സ്യൂറിക്കിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാതെ പോകരുത്. അപ്പം വ്ളോഗുകളൊക്കെ ചെയ്യുന്നവരായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ കവർ ചെയ്യുമ്പോൾ വ്യത്യസ്തമായിരിക്കും, വ്യത്യസ്തമായ കാഴ്ചകളായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറികളും ഒക്കെ നിറഞ്ഞ വ്ളോഗുകൾ നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റൂ. അപ്പോൾ ലിമ്മാത്ത് നദിയുടെ കരയിലിരുന്നു കൊണ്ട് ഈ സ്റ്റോറിയൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ബാക്കി കാഴ്ചകളും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കഥ തുടങ്ങുന്നത് ഈജിപ്തിലാണ്. പണ്ട് കാലത്ത്, അതായത് 3rd സെഞ്ചുറി AD-യിൽ റോമൻ എംപറർ മാക്സിമിയന്റെ ഭരണകാലത്ത് ഈജിപ്തിലുണ്ടായിരുന്ന റോമൻ പടയാളികളുടെ ഒരു വിഭാഗമാണ് ഈ തീബൻ ലീജിയൻ എന്നറിയപ്പെട്ടിരുന്നത്.
ഈ പടയാളികൾ മുഴുവൻ ക്രിസ്തീയ വിശ്വാസമുള്ളവരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ റോമൻ ചക്രവർത്തി ഗൗൾ എന്ന ഇന്നത്തെ ഈ ഫ്രാൻസിൽ ഉള്ള ഒരു പ്രദേശത്ത് പൊട്ടിപ്പുറപ്പെട്ട ഒരു ലഹള അടിച്ചൊതുക്കുന്നതിന് വേണ്ടി ഈ തീബൻ ലീജിയനെ നിയോഗിച്ചു. അപ്പം ഗൗളിലേക്ക് മാർച്ച് ചെയ്തെത്തിയ തീബൻ ലീജിയനിലെ ക്രിസ്ത്യൻ പോരാളികൾ ഗൗളിലുള്ള ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യുന്നതിനാണ് തങ്ങളെ നിയോഗിച്ചിരിക്കുന്നതെന്ന് അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കി റോമൻ എംപററായിട്ടുള്ള മാക്സീമിയന്റെ ആ ഓർഡർ ഇവര് തിരസ്കരിച്ചു എന്നുള്ളതാണ് ചരിത്രം. കാരണം തങ്ങൾ ക്രിസ്ത്യാനികളാണ്, അപ്പോൾ ക്രിസ്ത്യാനികളായിട്ടുള്ള മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യാൻ ഒരിക്കലും കൂട്ടു നിൽക്കരുത് എന്നുള്ളൊരു തോന്നൽ. അതുകൊണ്ടാണ് അവർ ഈ ഓർഡർ തിരസ്കരിച്ചത്. അപ്പൊ ഇതിന് ശിക്ഷയായിട്ട് ഡെസിമേഷൻ എന്ന പ്രാകൃതമായിട്ടുള്ള പട്ടാള ശിക്ഷാ നടപടിയാണ് ഈ മാക്സീമിയൻ ഇവരുടെ മേൽ നടപ്പാക്കിയത്. അതായത് 6000-ഓളം വരുന്ന ഈ തീബൻ പടയാളികളെ 10 പേര് വീതമുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. പിന്നെ ഓരോ തവണയായി നറുക്കിട്ട് 10 വീതമുള്ള ഓരോ ഗ്രൂപ്പിനെ തെരഞ്ഞെടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ശിരച്ഛേദം ചെയ്യും. ദിവസങ്ങളോളം ഈ പ്രക്രിയ നടക്കുമ്പോൾ മറ്റു പടയാളികൾ ശരിക്കും ഭയപരവശരായി പിടിച്ചു നിൽക്കാനാവാതെ ചക്രവർത്തിക്ക് അടിയറവ് പറയും. പക്ഷേ തീബൻ ലീജിയനിലെ പടയാളികൾ തങ്ങളുടെ വിശ്വാസം ത്യജിക്കാൻ ഒരിക്കലും തയ്യാറല്ലായിരുന്നു. ഈ ലീജിയനിൽപ്പെട്ട 2 സഹോദരങ്ങളായിരുന്നു ഫെലിക്സും റെഗുലയും. ഇവര് അവസരം കിട്ടിയപ്പോൾ തങ്ങളുടെ ഒരു പരിചാരകനോടൊപ്പം റോമൻ പട്ടാളക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് സ്യൂറിക്കിന്റെ ഈ ഭാഗത്തേക്ക് ഓടിപ്പോകുന്നു. പക്ഷെ എന്നാൽ ഇവിടെ വെച്ച് അവർ പിടിക്കപ്പെടുകയും പിന്നെ അവരുടെ ശിരസ്സുകൾ ഛേദിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് ഒരു വലിയ അത്ഭുതം നടന്നു. ഫെലിക്സും റെഗുലയും പിന്നെ അനുചരനും സാധാരണ രീതിയിൽ മരിച്ചു വീഴുന്നതിന് പകരം ഈ ശിരസ് അറ്റ് വീണപ്പോൾ അവര് ആ ശിരസ്സും എടുത്ത് ഓടിപ്പോയി. അവർ ഓടി വന്നത് അന്നൊരു ചെറിയ കുന്നായിട്ടിരുന്ന ഈ ഭാഗത്തേക്കാണ്. ഇവിടെ വന്ന് അവര് മരിച്ചു വീഴുകയും ചെയ്തു. അവരെ അങ്ങനെ ഈ ഭാഗത്ത് അടക്കം ചെയ്യുകയും പിൽക്കാലത്ത് അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അന്ന് മുതൽ പല മിറക്കിൾസും ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുപോലെയുള്ള ഒരു മിറക്കിളാണ് ഷാർലിമീൻ കുതിരപ്പുറത്ത് സഞ്ചരിച്ച് വന്നപ്പോൾ സംഭവിച്ചത്. അങ്ങനെ കഥ എന്തായാലും സെയിന്റ് ഫെലിക്സും സെയിന്റ് റെഗുലയും പിന്നീട് സ്യൂറിക്കിന്റെ പേട്രൺ സെയിൻസ് ആയിട്ട് മാറ്റപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് ഈ ഗ്രോസ് മ്യൂൺസ്റ്റർ എന്ന ഈ മനോഹരമായ ചർച്ചിന്റെ പുറകിലുള്ള ഐതിഹ്യങ്ങൾ. അപ്പോൾ ഈ ലെജൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും പുരാതനമായിട്ടുള്ള ഓരോ ചർച്ചുകളായിക്കോട്ടെ, മോസ്കുകളായിക്കോട്ടെ, ക്ഷേത്രങ്ങളായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ പുറകിൽ ഇതുപോലെയുള്ള ലെജൻഡുകളുണ്ടാവും. ചരിത്രത്തിൽ അതിന് പറഞ്ഞു കേട്ട അറിവും ഒക്കെ ആയിട്ടാണ് സാധാരണഗതിയിൽ ഇങ്ങനത്തെ, അതുകൊണ്ടാണല്ലോ ഇതിനെയൊക്കെ ഐതിഹ്യങ്ങൾ എന്ന് വിളിക്കുന്നത്, ലെജൻഡ് എന്ന് വിളിക്കുന്നത്. എന്തായാലും ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയായി തോന്നി, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലാൻഡ്മാർക്ക് നോക്കി നമ്മുടെ സഞ്ചാരം കണ്ടിന്യൂ ചെയ്യാം.